ഇന്നൊരു ചെറിയ മിനി വ്ളോഗാണ്. വൈകിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഹസ്ബൻഡ് പറഞ്ഞത് എന്നാൽ റെഡി ആയിക്കോ, നമുക്ക് പുറത്ത് പോയിട്ട് വരാമെന്ന്. പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി വേഗം പോയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും പിന്നെ ഞങ്ങൾ പോയി. അപ്പോഴാണ് റോബോട്ടിൻ്റെയൊക്കെ ഒരു എക്സ്പോ നടക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ചു. 100 രൂപയാണ് കേട്ടോ ടിക്കറ്റ്. വലിയ ആളുകൾക്ക് 5 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് ടിക്കറ്റ് ഇല്ല, ഫ്രീ എൻട്രിയാണ്. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഡൈനോസേഴ്സിനെയും കുറേ ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിള്ളേരെയൊക്കെ പേടിപ്പിക്കാൻ പാകത്തിന്. ചില പിള്ളേരൊക്കെ നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. പിന്നെ മോൾക്ക് പൊതുവെ കുറച്ച് പേടി കൂടുതലുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അവളിങ്ങനെ പേടിച്ചെറിച്ച് കൈയൊക്കെ പിടിച്ച് നടക്കുകയാണ്. പിന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ആംബിയൻസും സൗണ്ടും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു ഹൊറർ ആ ഒരു മൂഡ് വരുന്നുണ്ടായിരുന്നു. പിന്നെ ചെറുതും വലുതായിട്ടുള്ള ഡൈനോസേഴ്സിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അറേഞ്ച്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്തെ സെക്ഷനിലായിട്ടാണ് റോബോട്ടുകൾ ഉണ്ടായിരുന്നത്. 2 റോബോട്ട് ഉണ്ടായിരുന്നു. ഒരു പട്ടിയുടെ ഷേപ്പിലുള്ള റോബോട്ട് പോലെ കേട്ടോ എനിക്ക് തോന്നിയത്. എനിക്ക് കറക്റ്റ് അറിയില്ല. കുറച്ച് നേരം എൻ്റെ പുറകെ ഇങ്ങനെ വന്നിട്ടോ, എന്നെ കുറച്ച് നേരം വട്ടം ചുറ്റിച്ചു. പിന്നെ കുറച്ച് ഇങ്ങനെ ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പട്ടിയുടെ ഷേപ്പ് പോലെ തോന്നിയത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എനിക്ക് കറക്റ്റ് അറിയില്ല എന്താണെന്ന്. പിന്നെ ഒരു മനുഷ്യൻ്റെ ഷേപ്പിലുള്ള ഒരു റോബോട്ടും ഉണ്ടായിരുന്നു. അത് പിന്നെ അധികം ആക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഷെയ്ക്ക് ഹാൻഡ് തരും, പിന്നെ കൈപൊക്കി ഇങ്ങനെ ടാറ്റ കാണിക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്ത സെക്ഷനിൽ ഒരു ഇഗ്ലൂ ഹൗസ് ആയിരുന്നു. അതിനകത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ അധികം പറ്റിയില്ല. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആ കാർട്ടൂണിൻ്റെ കൂടെ നമ്മളും ഇങ്ങനെ യാത്ര ചെയ്യണ പോലത്തെ ഒരു അടിപൊളി സെറ്റപ്പായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റാളുകളൊക്കെയാണ് ഉണ്ടായത്. പിന്നെ നമ്മുടെ പഴയ മിഠായികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ടപ്പോൾ വെറുതെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. കുറേ മിഠായികളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് റഹ്മാനിയിൽ കയറിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി.